ഹായ്, നമസ്കാരം. നമ്മളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരും നമ്മളും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാറുള്ളത്? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അത് പേഴ്സണലി അല്ല നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, പ്രൊഫഷണലി വേണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ. നമ്മളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ നമ്മളെയോ നമ്മളുടെ സ്ഥാപനത്തിനെയോ ചൂഷണം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമോ അങ്ങനെയുള്ള പ്രവൃത്തികളോ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അങ്ങനെയുള്ളൊരു സിസ്റ്റം നമ്മളുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. എവിടെയാണ് നമ്മളുടെ ബിസിനസ്സിൽ ചോർച്ചകൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സ്ഥാപനത്തിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് നമ്മളുടെ സ്റ്റാഫിൻ്റെ പെർഫോമൻസായി നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ മറ്റ് ഇടപാടുകളായി നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ചോർച്ചകൾ തടയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിലായിരിക്കണം സ്ഥാപനത്തിലെ സ്റ്റാഫിൻ്റെ പെർഫോമൻസ് മുന്നോട്ടേക്ക് പോകേണ്ടത്. അവിടെ നമ്മളും നമ്മുടെ ജീവനക്കാരും തമ്മിലുള്ള വിശ്വാസത്തിലല്ല സ്ഥാപനത്തിൻ്റെ വർക്ക് മുന്നോട്ട് പോകേണ്ടത്. നമ്മളും നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരും തമ്മിലുള്ള നമുക്ക് അവരുടെ മേലുള്ള വിശ്വാസത്തിൻ്റെ പേരിലല്ല അവിടുത്തെ അവരുടെ വർക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത്. അവരുടെ വർക്ക് പോകേണ്ടത് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ രീതിയിലാണ്. ആ സിസ്റ്റത്തിനനുസരിച്ചാണ് പോകേണ്ടത്. മിക്ക സ്ഥാപനത്തിലും അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ടാവും. അവരോടുള്ളൊരു ട്രസ്റ്റ്, ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും കൂടുതൽ കാര്യങ്ങളും അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സിസ്റ്റം നമ്മുടെ സ്ഥാപനത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. പക്ഷേ നമ്മളുടെ സ്ഥാപനത്തിൽ അങ്ങനൊരു സിസ്റ്റം ഇല്ല, സാധാരണ രീതിയിലാണ് നമ്മളുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകളോ നമ്മളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ, നമ്മളെയോ നമ്മളുടെ സ്ഥാപനത്തിനെയോ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലോ ആക്ഷൻസോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പേഴ്സണലി അല്ല നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, പ്രൊഫഷണൽ വേയിൽ തന്നെയാണ് നമ്മളതിനെ ഡീൽ ചെയ്യേണ്ടത്.